ഏകത്വമോ ഏകാധിപത്യമോ? വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച, ഭൂസ്വത്ത് തുടങ്ങിയ വിഷയങ്ങളിലെ മാനദണ്ഡങ്ങളെല്ലാം ഏകീകരിക്കുന്ന ഏക വ്യക്തി നിയമ ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ ഈയിടെ പാസാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു അന്തിമ അംഗീകാരം നൽകിയതോടെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള രാജ്യത്തിന്റെ ഭയാശങ്കകൾ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറപ്പായി. നേരത്തെ മധ്യപ്രദേശിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ഭരണഘടനാ ബാധ്യതയെക്കുറിച്ച് വാചാലനായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വ്യത്യസ്തതയെ വ്യക്തമായും റദ്ദു ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് 2 വ്യത്യസ്ത നിയമങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകുമോ? അങ്ങനെയെങ്കിൽ 2 നിയമവുമായി ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ടു പോകാനാകും? നമ്മുടെ ഭരണഘടനയും പൗരന്മാർക്ക് തുല്യ അവകാശമാണ് ഉറപ്പു നൽകുന്നത്. സുപ്രീം കോടതി പോലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ചിലർ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മതാധിഷ്ഠിത ദേശീയത അപകടകരമാം വിധം പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുന്ന ദേശരാഷ്ട്ര സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ നിയമവുമായി ന്യൂനപക്ഷ നിയമം സന്ധി ചെയ്യണമെന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏകീകൃത സിവിൽ കോഡ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസത്തയെ തന്നെ അപകടത്തിലാക്കുകയാണ്. സാംസ്കാരികവും പ്രാദേശികവുമായ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും നിരാകരിച്ച് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായ രാമരാജ്യത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയുന്നവർ നേതൃത്വത്തിലിരിക്കെ ഏക വ്യക്തി നിയമം നടപ്പിലാക്കുമ്പോൾ അത് സത്യമായും ഭാരതത്തിന്റെ നാനാത്വത്തെ ഇല്ലാതാക്കാനാണെന്ന് ഉറപ്പാണ്. പലപ്പോഴായി പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഇത് മുസ്ലിം വിരുദ്ധ നീക്കം മാത്രമല്ലെന്ന് ഇതിന്റെ പ്രായോഗിക വൈപുല്യം നമ്മെ ബോധ്യപ്പെടുത്തും. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ, ദളിതർ, ഭാഷാ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവയുടെ അസ്തിത്വം തന്നെയും അസ്ഥിരമാക്കുന്ന ദൂരവ്യാപക പ്രഹരശേഷിയുള്ളതാണ് ഏക വ്യക്തി നിയമം. കൂടാതെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വവും ജനാധിപത്യവും അതിന്റെ ബഹുസ്വര സഞ്ചാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് നാനാവിധമാകും. ഇന്ത്യൻ ഭരണഘടനയുടെ സുദീർഘമായ രൂപീകരണ ചർച്ചാവേളകളിൽ വൈവിധ്യവും ഏകത്വവും നിർണായക സ്വാധീനം ചെലുത്തി എന്നതാണ് ചരിത്രം. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏക വ്യക്തി നിയമത്തെക്കുറിച്ചുള്ള നിർദ്ദേശം ഇതാണ്: ഇന്ത്യൻ ഭൂപ്രദേശത്തിലുടനീളം ഒരു ഏകീകൃത സിവിൽ നിയമം ഉറപ്പാക്കാൻ ഭരണകൂടം ശ്രമിക്കണം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് നിഷ്കർഷിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുവാനും രാജ്യത്തെ പൗരന്മാർക്ക് അധികാരം നൽകുന്ന മൗലിക അവകാശത്തിന്മേലുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയ വെല്ലുവിളികളായി 44-ാം നിർദ്ദേശം മാറിത്തീരാതിരിക്കുവാൻ പൊതു സിവിൽ നിയമം നിയമപരമായ ബാധ്യതയോ ഉടനടി നടപ്പാക്കേണ്ട ഒന്നോ അല്ലെന്നും പടിപടിയായി എത്തിച്ചേരേണ്ട ഭരണഘടനാ മൂല്യമായി സ്വീകരിക്കണമെന്നുമാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കർ പോലും അതിനെ വീക്ഷിച്ചത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായ ഏകീകൃത ക്രിമിനൽ ചട്ടമാകാമെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്തുകൊണ്ട് നിരാകരിക്കണം എന്ന ചോദ്യമുണ്ട്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഏകീകൃതമായ ക്രിമിനൽ നിയമങ്ങൾക്കല്ല അനുമതി നൽകിയത് എന്നാണ് അതിനുള്ള മറുപടി. ജാതിയുടെയും ലിംഗപദവിയുടെയും അടിസ്ഥാനത്തിൽ കടുത്ത വിവേചനം നിൽക്കുന്ന രാജ്യത്ത് ക്രിമിനൽ നിയമത്തിനകത്ത് മർദ്ദിത ചൂഷിത വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പുകൾ മനഃപൂർവ്വം ചേർത്തു. അതനുസരിച്ച് ലിംഗ ജാതി വ്യത്യാസാടിസ്ഥാനത്തിൽ ശിക്ഷകളെയും പലതാക്കി. ഇന്ത്യൻ ഭരണഘടന വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ തന്നെ അവരുടെ സമുദായികാസ്തിത്വവും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വ്യക്തി നിയമങ്ങളെ സാമാന്യവത്കരിച്ച് ഏകീകരിക്കാതെ കാലോചിതമായി പരിഷ്കരിച്ച് മുഖ്യ സാമൂഹ്യധാരയോട് ഉൾച്ചേർക്കുകയാണ് കരണീയം. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മുത്തലാഖ് നിരോധന നിയമം. അനന്തര സ്വത്ത് അവകാശത്തിലും ബഹുഭാര്യത്വം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിലും മുസ്ലിം സ്ത്രീകൾ വിവേചനം നേരിടുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 14-ന്റെ ലംഘനവും അനുച്ഛേദം 27 നൽകുന്ന അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശത്തിന്മേലുള്ള കയ്യേറ്റവുമാണ് ഇതെന്നിരിക്കെ പക്ഷേ പരിഹാരം പൊതു സിവിൽ കോഡല്ല. പ്രസ്തുത പ്രശ്നങ്ങളിൽ കോടതിയുടെ അനുകൂല വിധി കാത്ത് ദീർഘനാളായി തുടരുന്നവർക്ക് അതിവേഗം നീതി നടത്തിക്കൊടുക്കലാണ്.
ഏക വ്യക്തി നിയമം നേരത്തെ നടപ്പിലായ സംസ്ഥാനമായ ഗോവയും അത് നടപ്പാക്കുക നിയമപരമായി അസാധ്യമായ മേഘാലയ, നാഗാലാൻഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളും അവയുടെ പ്രയോഗത്തിലും പ്രയോജനത്തിലും വലിയ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് വികലവുമാണ്. 1867 കൊളോണിയൻ മാതൃകയിൽ രൂപം കൊണ്ട ഗോവൻ രീതിയെ ആധുനിക ഭാരതം അനുഗമിക്കണം. തനത് സംസ്കാര സംരക്ഷണത്തിന്റെ 6ാം പട്ടികയിൽ ഉൾപ്പെട്ട വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 244(2), 275(1) അനുച്ഛേദങ്ങളുടെ പിൻബലമുണ്ടെന്നിരിക്കെ ഏക വ്യക്തി നിയമം ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിലാക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടനയുടെ 14ാം നിർദ്ദേശക തത്വങ്ങളിൽ ഒന്നു മാത്രമായ ഏക വ്യക്തി നിയമം ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഉദ്യമിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശ്വസിക്കുവാൻ പ്രധാന കാരണം പൊതു തിരഞ്ഞെടുപ്പ് ഒരുക്കം തന്നെയാണ്. രാജ്യത്തിലുടനീളം തുല്യവേതനം, സാർവത്രിക വിദ്യാഭ്യാസം, തൊഴിലുറപ്പ് പോലുള്ള മനുഷ്യാവകാശ സ്വഭാവമുള്ള മറ്റു നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ സമത്വത്തെ അതിഗാഠമാകും വിധം നിർണയിക്കുന്നവയായിരിക്കുമ്പോൾ തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ മാത്രം തിരഞ്ഞെടുപ്പെന്നത് മറക്കരുത്. ഏകീകൃത സിവിൽ കോഡിന്മേൽ 2018 നിയമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ സാംസ്കാരിക വൈവിധ്യത്തെ ബലികഴിക്കുന്ന നിയമനിർദ്ദേശം അനുചിതവും അനാവശ്യവുമാണെന്ന് അഭിപ്രായപ്പെട്ടത് വിവിധ മത ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള ആചാരങ്ങളും അവയ്ക്കുള്ള നിയമസംരക്ഷണവും കമ്മീഷൻ എടുത്തു പറഞ്ഞു. പ്രായോഗികമായി അനവധി പ്രയാസങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും അനിവാര്യമെന്നുറപ്പുള്ള ഏകീകൃത നിയമം നീക്കം അടിസ്ഥാനപരമായി അനീതിപരമാണ്. സാംസ്കാരിക ഏകീകരണത്തിലൂടെ രാഷ്ട്രീയ ഏകീകരണത്തെ ലക്ഷ്യമാക്കിയപ്പോൾ സംഭവിച്ചതാണ് നാസിസവും ഫാസിസവും. ഒരു ഭാഷ, ഒരു മതം, ഒരു തിരഞ്ഞെടുപ്പ് എന്നീ ഏകീകരണ വഴിയിലേക്ക് ഏക വ്യക്തി നിയമം എന്ന പുതിയ അസംബന്ധം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഫെഡറൽ സ്വഭാവ സവിശേഷതയാർന്ന രാഷ്ട്ര ശരീരത്തെയാണ് ഒരുപോലെയാക്കാൻ വികലമാകുന്നത് എന്നത് മറക്കരുത്. നന്ദി.